ഹായ് ഫ്രണ്ട്സ്, എന്നും ചോറ് തയ്യാറാക്കുന്ന അരി വെച്ച് നമുക്ക് എങ്ങനെ വളരെ വ്യത്യസ്തമായ രുചിയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് തയ്യാറാക്കാം നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണോ പച്ചക്കറി ഉള്ളത് അതൊക്കെ എടുക്കാം. ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചു. അതൊന്ന് ചൂടായി കിട്ടിയിട്ട് നമ്മുടെ പാന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യാണ് ഇഷ്ടമെന്ന് വെച്ചാൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു കഷ്ണം ഗ്രാമ്പും ഏലക്ക, പട്ട എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഏലക്കയും പട്ടയും ഗ്രാമ്പും ഒക്കെ നമ്മുടെ ഓയിലിൽ കിടന്ന് മൂത്ത് കിട്ടണം. ഞാനിവിടെ ഒരു ബേ ലീഫ് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ലാന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്ത് മാറ്റാം. ഇതെല്ലാം കൂടെ തന്നെ നമ്മുടെ ഓയിലൊന്ന് മൂത്ത് കിട്ടട്ടെ. ഇവിടെ എല്ലാം മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി, മൂത്ത് കിട്ടണ്ട. അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു സവാള ഞാൻ ഇതുപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുത്തു. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്നതുവരെ വെയിറ്റ് ചെയ്യുന്ന വേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മാത്രം മതി. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഗ്രീൻ പീസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രീൻ പീസ് ഇല്ലയെന്ന് വെച്ച് കുഴപ്പമില്ല, അത് മാറ്റാം. ഇനി ഞാനിവിടെ 3 പച്ചമുളക് നെടുകി കീറിയതെടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റൂടെ ചേർത്ത് കൊടുത്തു. ഇനി നിങ്ങളുടെ കയ്യിൽ കോളിഫ്ലവറോ അല്ലെങ്കിൽ ബീൻസോ അങ്ങനെ എന്തുണ്ടെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. അതുപോലെ തന്നെ എന്ത് ഇൻഗ്രീഡിയൻസ് ചേർത്താലും അത് അതിൻ്റേതായ ഗുണം കിട്ടും. അപ്പം ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി ഒന്ന് കട്ട് ചെയ്ത് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ വെജിറ്റബിൾസിൽ നമ്മുടെ ഈ പേസ്റ്റ് ഒഴിച്ചെടുത്ത് കൊടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക രുചി കിട്ടുന്നത്. നമ്മൾ തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ റൈസ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഉച്ചയ്ക്ക് ദിവസവും നമ്മൾ ഊണ് കഴിച്ച് മടുത്തവരാണെങ്കിൽ ഒന്ന് ഡിഫറൻ്റ് ആയിട്ട് ഇത് തയ്യാറാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ പെരിഞ്ജീരകവും അതുപോലെ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാൻ ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് കിട്ടുന്നവരെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാലകളെല്ലാം തന്നെ നമ്മുടെ പച്ചക്കറിയിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് കൂടി ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ നല്ല പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തൈര് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ലോ ഫ്ലെയിമിലാണ് വച്ചിട്ടുള്ളത്. ഇതൊന്ന് എല്ലാം ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ റൈസ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കപ്പിലേക്ക് തന്നെയാണ് ഞാൻ വെള്ളവും അളന്നെടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് റൈസ് ഞാൻ എടുത്തു. ഇത് നമുക്ക് കഴുകി ഒന്ന് എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ വാഷ് ചെയ്ത അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അരി ഇതിൽ കിടന്ന് നല്ലോണം ഒന്ന് മസാലയിലൊന്ന് പിടിച്ചിടണം. അതുവരെ ഒരു 3 സെക്കൻഡ് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അരി കൂടി ചേർത്തതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസും മസാലയും അരിയും എല്ലാം കൂടെ ചേർന്നൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി നോക്കി. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ദേവീസ് പ്ലാന്റ് എന്ന എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നിടത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഓണാക്കി വയ്ക്കണേ, എന്നാലും ഞാൻ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് വെള്ളവും എന്നിട്ട് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ അരിക്ക് ആവശ്യമായ വേഗിനാവശ്യമായ വെള്ളം. നിങ്ങൾക്ക് എത്രയാണോ അരിയുടെ വേവെന്നനുസരിച്ച് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അഥവാ ആ ചേർത്ത് കൊടുത്ത വെള്ളത്തിൽ അരി വെന്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കുക. നമ്മുടെ റൈസ് കുഴഞ്ഞു പോകാതെ നോക്കണം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. നമ്മുടെ റൈസ് കുക്കായിട്ടുണ്ട്. നല്ലോണം ഒന്ന് വെള്ളമെല്ലാം വറ്റി നമ്മുടെ റൈസ് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലേ, നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇതിന് അങ്ങനെ ഒരുപാട് കറികളുടെ ആവശ്യമൊന്നുമില്ല. ഒരു പൊരിച്ച പപ്പടോ അതുപോലെ ഒരു തൈരിൽ അല്പം മുളകും ഉള്ളി അരിഞ്ഞിട്ടെടുത്താലും ഒരു സാലഡ് പോലെ എടുത്താലോ അല്ലെങ്കിൽ ഒരല്പം നാരങ്ങ അച്ചാറോ മാത്രം മതിയാവും.
ഇപ്പോൾ ഞായറാഴ്ച വർക്കിംഗ് ലേഡീസിനൊക്കെ ഒരു ദിവസം ലീവ് കിട്ടുന്നതായിരിക്കും, അന്ന് അവർ ഫുൾ അടുക്കളയിലായിരിക്കും അല്ലേ. അപ്പോൾ ഇനി അങ്ങനെ കിച്ചണിൽ സമയം ചിലവാക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു റൈസ് തയ്യാറാക്കിയാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലിഭാരവും കുറയും. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരല്പം ടേസ്റ്റ് ചെയ്ത് നോക്കി, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദേവീസ് പ്ലാന്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമ്മൾ ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കാനാണ്, വളരെ ടേസ്റ്റിയാണ്. ഇത് ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരുന്നു. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.